Hey everyone, welcome back to yet another episode. അപ്പോൾ ഇന്ന് 10/2/2025 ആണ്, which means my birthday. I'm turning 26 today, alhamdulillah. And ഈ ഒരു 25 to 26 ഉള്ള ഒരു ജേർണി വാസ് വെരി ഡിഫറെൻറ്റ്. നമ്മുടെ മറ്റേ 21, 22, 23 ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു 25 to 26 ഉള്ള ജേർണി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഐ ഗോട്ട് മാരീഡ്. Right now I am a wife, I'm a daughter-in-law, I'm an auntie. So ഒരുപാട് ന്യൂ റോൾസ് വന്ന ഒരു ഇയർ ആയിരുന്നു this one. And also ഒരുപാട് ലെസൺസ് തന്നിട്ടുള്ള ഒരു വർഷമാണ് ദിസ് 25 to 26 എന്നുള്ള ഒരു ഇയർ. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ് ദാറ്റ് ഹാപ്പൻഡ്. ആൻഡ് പിന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു 26 വർഷത്തിൽ 25 ബർത്ത്ഡേയ്സും ഞാൻ സെലിബ്രേറ്റ് ചെയ്തത് എൻ്റെ ഉമ്മച്ചിയുടെ കൂടെയാണ്. ലൈക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് ആ ഒരു ബർത്ത്ഡേയുടെ ഡേറ്റ് Feb 10 ആകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വരാറുണ്ട്. ഈവൻ ഉമ്മ ഇവിടെ ഇല്ലെങ്കിൽ പോലും Feb 10 എങ്ങനെയെങ്കിലുമൊക്കെ മേ ബി ഉമ്മ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. വാപ്പിച്ചി എബ്രോഡ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ബർത്ത്ഡേയ്സ് ഒരുമിച്ചാവണം എന്നില്ല, എന്നാലും മെജോറിറ്റി ഓഫ് ദ ബർത്ത്ഡേയ്സ് ഒരുമിച്ചായിരിക്കും. ആൻഡ് ദിസ് ഇയർ 26th ബർത്ത്ഡേ ഞങ്ങൾ രണ്ടുപേരും 2 കൺട്രിയിലായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ലിറ്റിൽ ഡിഫിക്കൾട്ട് ടു ബി ഫ്രാങ്ക്. കുറച്ച് ഡിഫിക്കൾട്ടായിരുന്നു, കാരണം ഉമ്മച്ചി ഇമോഷണലായി, ആ ബർത്ത്ഡേ വിഷ് കേട്ടിട്ട് ഞാനും എമോഷണലായി. അപ്പം അങ്ങനത്തെ ഒരു തിങ് ആയിരുന്നു. ബട്ട് ഓൾസോ ഇറ്റ് ഈസ് ഹാപ്പി. എന്നാലും എന്തോ ഒരു ചെറിയ വിഷമം വരുമല്ലോ, അങ്ങനത്തെ ഒരു സംഗതിയായിരുന്നു. ആൻഡ് ഓൾസോ ഷീ സർപ്രൈസ്ഡ് മീ വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് എ കേക്ക്. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. സാധാരണ എനിക്കാണെങ്കിൽ ഏത് രാജ്യത്തുള്ളവർക്കും സർപ്രൈസ് ചെയ്യാൻ ഇൻസ്റ്റഗ്രാം വഴിയോ എങ്ങനെങ്കിലുമൊക്കെ ഞാൻ ഒപ്പിക്കും. പക്ഷെ ഉമ്മ അങ്ങനെ അത്ര ആക്റ്റീവ് ഒന്നും അല്ല ഇൻസ്റ്റഗ്രാമിൽ. അതുമല്ല അങ്ങനെ ഒരു വൈഡായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നോക്കലും കുറവാണ്. സോ ഐ വാസ് ലൈക്ക് ടു സർപ്രൈസ്ഡ് എങ്ങനെ ആ കേക്കും ഫ്ലവേഴ്സും ഇവിടെ എത്തിച്ചു എന്നുള്ളത്. ഒരു 2 days മുമ്പ് അഡ്രസ്സൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഇവിടെ ഉള്ളത് ഒന്ന് മീറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും ഉള്ള രീതി. കാരണം ഉമ്മച്ചി അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകുന്ന ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ആൻഡ് ദാറ്റ് വാസ് ലൈക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഒരു കേക്കും ഫ്ലവറും ഒക്കെ ഉമ്മ എത്തിച്ചു എന്നുള്ളത് വാസ് ടു എമോഷണൽ ആൻഡ് ടു സർപ്രൈസ്. ആൻഡ് ഐ വിൽ ആഡ് ദാറ്റ് ഫുട്ടേജ്. ആ ഒരു കേക്കിൻ്റെയും ബർത്ത്ഡേയുടെ ഫ്ലവേഴ്സും ഒക്കെ ഞാൻ റിസീവ് ചെയ്യുന്നല്ല, ഞങ്ങൾ ചെറുതായിട്ട് ഇന്നലെ രാത്രി തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. അതൊക്കെ ഞാൻ ഇപ്പോൾ ഇടാം. ആൻഡ് റൈറ്റ് നൗ ആൻഡ് ഓൾസോ വൺ തിങ് ഇസ്, ഞാൻ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്തത് 8 to 9 or 10 kgs ഞാൻ 1 month കൊണ്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 month കഴിയാറായി. December 23 ആയിരുന്നു, Jan 23 കഴിഞ്ഞു, Feb ഓൾമോസ്റ്റ് 1 month ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇൻക്രീസ് ചെയ്ത വെയിറ്റ് ഇറ്റ്സ് ലൈക്ക് 7 to 8 or 9 kgs ഞാൻ ഇൻക്രീസ് ചെയ്തു. കാരണം തീരെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ വിരുന്നിന് പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു, പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ ഭയങ്കരമായിട്ട് ജങ്ക് ബേക്കറീസ് ഒക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വണ്ണം അറിയാതെ വെച്ചൊന്നുമല്ല, പ്ലാൻഡ് അല്ല, ഞാൻ മനഃപൂർവ്വം കഴിച്ച് തന്നെ വെച്ച ഒരു വണ്ണാണ്. വണ്ണം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. എന്നിട്ടും ഐ ജസ്റ്റ് ലെറ്റ് മൈസെൽഫ് ഫ്രീ ഫോർ എ മന്ത്. കാരണം ആ ഒരു മാസം നോക്കുന്നില്ല എന്നുള്ള രീതിയിലായതുകൊണ്ട് അങ്ങനെയും കഴിച്ചു, ബേക്കറി കഴിച്ചു. നൈറ്റിലൊക്കെ ഞാൻ കേക്കും ഐസ്ക്രീമും അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചു. അങ്ങനെ കൂടിയതാ. ബട്ട് 70s നിന്ന് ഞാനിപ്പോൾ കറൻ്റ്ലി 81 kgs നിൽക്കുന്നത്. ആൻഡ് അതുകൊണ്ടാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഐ അപ്ഡേറ്റ് മൈ ഡയറ്റ്. ഞാനൊരു ടീമിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഡയറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ റെസിപ്പീസും അതുപോലെ ഒരു ചാർട്ടും തന്നിട്ടുണ്ട്. ഐ തിങ്ക് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സാണ്. ഒരു അങ്ങനെ വിശന്നിരിക്കുന്ന ഒരു ഇത് തോന്നുന്നില്ല, ബിക്കോസ് മിഡ് മീൽസ് ഒക്കെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഐ സീ ഹൗ ഇറ്റ് ഗോസ്. ആൻഡ് ഓൾസോ ഞാൻ വിചാരിച്ചു February 10 ആണ് എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ബർത്ത്ഡേക്ക് ഇനി ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്. ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി ടൈം 5 or 4:30 കഴിഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു പുറത്തിറങ്ങാമെന്ന്. അപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ആൻഡ് ഐ ആഡ് സം ഫുട്ടേജസ് വെയർ ഐ കട്ട് മൈ കേക്ക് ആൻഡ് all those stuff. And that's it.
അപ്പോൾ നമുക്ക് പുറത്ത് പോവാം. ഓക്കെ. അപ്പോൾ എനിക്കിതാണ് കേട്ടോ ഇന്ന് കൊണ്ടെത്തുന്ന റോസ്. എൻ്റെ സൗണ്ട് ഇത്തിരി മാറിയിട്ടുണ്ടാവും, കാരണം എനിക്ക് ചെറിയൊരു ഫീവർ പിടിച്ചുകൂടെ. തണുപ്പ് മാറി ചൂടിലോട്ട് കയറാനായിട്ടുള്ളൊരു വെതർ ചേഞ്ച് ഒക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു ചെറിയ പനിയാണ്. സോ ഡോണ്ട് കെയർ ദാറ്റ്. അപ്പോൾ അതുപോലെ കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ മോളി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ആ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കഴിക്കാനായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10th മോർണിംഗ് തൊട്ടാണ് ഡയറ്റ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ആകെ കുറച്ച് മാത്രം ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്തു കേക്ക് എങ്ങനെ ഉണ്ടോയെന്ന് അറിയാൻ. ആ കേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാനറിയാതെ എൻ്റെ ഇക്കാടെ മക്കളും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും കൂടെ പോയി ക്യാൻഡിൽസും അതും ഇതും പാർട്ടി പോപ്പറൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് അവിടെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ആ പാർട്ടി പോപ്പറിൻ്റെ അത്രയ്ക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു, ഫുൾ പാർട്ടി പോപ്പർ. ഞാൻ അപ്പം തന്നെ അത് ജസ്റ്റ് ക്ലീൻ ചെയ്തു. പിന്നെയും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പണിയുണ്ടായിരുന്നു, കാരണം ഇതിങ്ങനെ ഒട്ടി ഇങ്ങനെ ഇരിക്കുക ടേബിളിലും താഴെയൊക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ കുറേ നേരം രാവിലെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇരുന്നിട്ട് ഒരു ഈവനിങ് ആയപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഷാർജയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സിനെ കാണണമെങ്കിൽ നമ്മൾ ദുബായിൽ പോകണം. അതിൻ്റെ കൂടെ നമ്മൾ റൂം നോക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു കാണും, ഇപ്പോഴും നമ്മുടെ റൂമൊന്നും ശരിയായിട്ടില്ല, നമ്മൾ സ്റ്റിൽ സെർച്ചിങ് ആണ്. അപ്പോൾ റൂമും നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബീച്ചിലൂടെ പോകണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തു റെഡി ആയിട്ട് ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് താഴെ പാർക്കിൽ വന്നിരുന്നു. അപ്പൊ ആ ടൈമിൽ പ്ലാൻ വെച്ചാൽ നമുക്ക് ബീച്ചിലൊക്കെ പോകാന്നുള്ളതാണ്. അങ്ങനെ ഇരുന്ന് കുറേ നേരം പോസ്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്ന് എൻ്റെ ഡയറ്റിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു അന്ന്. അപ്പൊ ഞാൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് തിരിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ബീച്ച് പ്ലാൻ എന്തായാലും നടക്കത്തില്ല, കാരണം അത്രയ്ക്ക് സന്ധ്യയായി. പിന്നെ എന്തായാലും ഫ്രണ്ട് വന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ അവർ പറഞ്ഞു ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴും ഡയറ്റ് ഒന്നും എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ഞാൻ ജസ്റ്റ് ഇതെല്ലാം വീഡിയോ എടുത്തു. അവർ ചായയും അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഒരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഒരു സർപ്രൈസ് തരാനാണെന്നൊന്നും തീരെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കണ്ടോ. അപ്പോൾ പറഞ്ഞു നിങ്ങൾ കാറിൽ വെയിറ്റ് ചെയ്യും, ഞാനൊരു 5 minutes വരാമെന്നോ എന്ത് പറഞ്ഞു. അപ്പം നമ്മൾ കാറിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു നിനക്ക് സർപ്രൈസ് തരാനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതെന്തായാലും ഇപ്പൊ ഈ ഇരുട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു ദുബായിൽ വന്നിട്ട് ഞാൻ ബുർജ് ഖലീഫ അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഒന്നും തീരെ പോയിട്ടില്ല, കാരണം ടൈം കിട്ടിയില്ല. അത് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ഇതിലായിട്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ജസ്റ്റ് നമുക്ക് അവിടെ ഡ്രൈവ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഏരിയയിലൊക്കെ ഡ്രൈവ് ചെയ്തു. ബുർജ് ഖലീഫ ഒക്കെ കണ്ടു. നമ്മൾ ഇറങ്ങിയില്ല, വേറൊരു ദിവസം പോയിട്ട് അവിടെ ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വേറൊരു സ്ഥലമുണ്ട് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സും ഞാനും ഇക്കായും ഒക്കെ അങ്ങോട്ടേക്ക് പോയപ്പോൾ കേക്ക് അത് എനിക്കൊരു പ്രത്യേക സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ പേര് ബ്ലൂ വാട്ടേഴ്സ് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം അവിടെ വന്നു നമ്മൾ ഫുൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ പ്ലേസിലേക്ക് വന്നു. ആൻഡ് ദാറ്റ് പ്ലേസ് വാസ് സോ 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 ബ്യൂട്ടിഫുൾ. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ആ പ്ലേസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഭയങ്കര പീസ്ഫുൾ ആണ്. ഒരു ദുബായ് വൈബുള്ള ഒരു പ്ലേസ്. ഈ ഒരു പ്ലേസ് ഇതിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഒരു ഹോൾ ദുബായ് വൈബും കിട്ടും. കുറെ ലൈറ്റിങ്സും കടലും അതിൻ്റെ കൂടെ ഒരു ചിൽഡ്രൻ പാർക്ക് പോലെ കുറേ ഇങ്ങനെ കളിക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴും ഫുഡ് കഴിക്കാൻ കയറി. ആൻഡ് വാട്ട് ഞാൻ കഴിച്ചിട്ടില്ല, ബിക്കോസ് ഐ വാസ് ഓൺ എ ഡയറ്റ് ആൻഡ് സ്റ്റിൽ ഐ ആം ഓൺ എ ഡയറ്റ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ. ആൻഡ് ദാറ്റ്സ് ഹൗ ബ്യൂട്ടിഫുൾ വാസ് മൈ ബർത്ത്ഡേ. അങ്ങനെ വിത്ത് മൈ മോസ്റ്റ് ലവ്ഡ് പേഴ്സൺസ്. ആൻഡ് കുറച്ചൊക്കെ മിസ്സിങ് ഉണ്ടായിരുന്നു, നാടും ഫ്രണ്ട്സിനെയും അതുപോലെ വീട്ടില് ഉമ്മയും വാപ്പയൊക്കെ മിസ്സിങ് ഉണ്ടായിരുന്നു. ഈവൻ ദോ ഐ എൻജോയ്ഡ് ദിസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ആൻഡ്
that's it. I hope you like this video. If you like this video, please don't forget to like, share, comment and subscribe. See you on my next video. Bye bye.